ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. റൂഫ് ടോപ്പ് ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സബ്സിഡി തുക കൂട്ടിയതിനെ തുടർന്ന് മുമ്പ് താല്പര്യമില്ലായിരുന്ന പലരും ഇപ്പോൾ ഇതിൽ ആകർഷകരായിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് 3 കിലോ വാട്ട് വരെ പരമാവധി 78,000 രൂപയാണ് സബ്സിഡി. ആദ്യത്തെ 1ഉം 2ഉം കിലോ വാട്ടിന് 30,000 രൂപ വീതവും മൂന്നാമത്തെ കിലോ വാട്ടിന് 18,000 രൂപയും, അങ്ങനെ ആകെ മൊത്തം 78,000 രൂപയാണ് സബ്സിഡി. 3 കിലോ വാട്ടിന് മുകളിലേക്ക് എത്ര തന്നെ വെച്ചാലും ഗാർഹിക ഉപഭോക്താക്കൾക്ക് പരമാവധി 78,000 രൂപയാണ് സബ്സിഡി ആയിട്ട് കിട്ടുന്നത്. വീഡിയോ തമ്പനയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സോളാർ പ്ലാന്റ് വെച്ചാൽ വീട്ടിലെ TV കംപ്ലൈൻ്റ് ആകുമോ? കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നതാണ് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണെന്ന് വ്യക്തമാക്കാം. അതോടൊപ്പം നമ്മൾ പുതിയതായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് തുടക്കത്തിൽ അറിയാത്തതും എന്നാൽ 1-2 മാസത്തെ ഉപയോഗത്തിന് ശേഷം മാത്രം അറിയുന്നതുമായ ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഹോം മെക്കാനിക് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സഞ്ജു ചെറിയാൻ. ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് എൻ്റെ വീട്ടിൽ ഈ ഒരു ഓൺ ഗ്രിഡ് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തത്. ഈ വീഡിയോയിൽ പുതിയതായിട്ട് സോളാർ വയ്ക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്രദമായ ചില കാര്യങ്ങളും ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന 3.4 കിലോ വാട്ടിൻ്റെ മോണോപർക്ക് പാനലുള്ള ടാറ്റയുടെ ഒരു പ്ലാന്റാണ്. നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. 1 കിലോ വാട്ടിന് 4 യൂണിറ്റാണ് ഇതിന് അപ്രോക്സിമേറ്റ് കണക്കാക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള നല്ലൊരു പ്രൊഡക്ഷൻ എനിക്ക് ഇതുവരെ കിട്ടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഉച്ച സമയങ്ങളിൽ വീട്ടിൽ വോൾട്ടേജ് ക്രമാതീതമായിട്ട് ഉയർന്നു വരുന്നത് ശ്രദ്ധിക്കാനിടയായി. വീട്ടിലെ TV, സൗണ്ട് സിസ്റ്റം എന്നീ സാധനങ്ങൾ കേടായതിനെ തുടർന്നാണ് ഞാൻ ഈ വോൾട്ടേജ് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. ഉച്ച സമയത്തും മറ്റും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറവുള്ള പ്രദേശമാണെങ്കിൽ KCB ലൈൻ വോൾട്ടേജ് പതുക്കെ ഉയർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത വീടുകളിൽ സോളാർ വെച്ചിട്ടുണ്ടെങ്കിലും KCBയുടെ ട്രാൻസ്ഫോമർ നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ആണെങ്കിലും ഇതേപോലെ വോൾട്ടേജ് കൂടുതലായിരിക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. സാധാരണ KCB ലൈൻ വോൾട്ടേജ് 230-250 റേഞ്ചിലാണ് വരേണ്ടത്. എന്നാൽ ചില സമയത്ത് ഇത് 255, 260 മുതൽ എൻ്റെ വീട്ടിലിത് 275 വരെ വന്നിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ഓൺ ഗ്രിഡ് സോളാറിൽ നിന്നുള്ള പവർ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സോളാർ ഇൻവെർട്ടർ KCB ലൈൻ വോൾട്ടേജിനേക്കാളും 5-10 വോൾട്ടേജ് കൂടുതലുണ്ടാക്കും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ 275 വോൾട്ടേജൊക്കെ നമ്മുടെ മീറ്ററിൽ കാണിക്കുകയും ആ വോൾട്ടേജ് നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത്. അതായത് KCB ലൈൻ വോൾട്ടേജ് 255 ആണെങ്കിൽ നമ്മുടെ സോളാർ ഇൻവെർട്ടറിൽ അത് ഒരുപക്ഷെ 265 വോൾട്ടേജ് ആയിരിക്കും. കാരണം ഇത് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയ വോൾട്ടേജിൽ നിന്ന് കുറഞ്ഞ വോൾട്ടേജിലേക്കാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ തത്വം. ഇത് ചിലപ്പോൾ 270, 275 വരെ പോകാറുണ്ട്. ഈ ഒരു വോൾട്ടേജാണ് KCB ഗ്രിഡിലേക്കും നമ്മുടെ വീട്ടിലേക്കും എത്തുന്നത്. നമ്മുടെ വീട്ടിലെ KCB മീറ്ററിന് താഴെ ഫ്യൂസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഫേസും ന്യൂട്രലും വരുന്ന ഭാഗത്താണ് സോളാർ ഇൻവെർട്ടറിൽ നിന്നുള്ള കണക്ഷൻ അവിടെ കണക്ട് ചെയ്യുന്നത്. KCB ബൈഡയറക്ഷണൽ മീറ്റർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി വോൾട്ടേജ് 274 വരെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ന്യായമായിട്ട് ഒരു സംശയം തോന്നാം, സോളാർ ഇൻവെർട്ടറിന് ഹൈ വോൾട്ടേജ് ട്രിപ്പൊന്നും ഇല്ലേ എന്ന്. ഉണ്ട്. സോളാർ പ്ലാന്റിൻ്റെ ഇൻവെർട്ടറിൽ ഹൈ വോൾട്ടേജ് കട്ടൗട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പലയിടത്തും പല രീതിയിലായിരിക്കും.
ഉദാഹരണമായിട്ട് എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു അവരുടെ വീടുകളിൽ നല്ല നട്ടുച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് പോലും ഹൈ പ്രൊഡക്ഷൻ കിട്ടേണ്ട സമയത്ത് പലപ്പോഴും അന്നത്തെ പ്രൊഡക്ഷൻ തീരെ കുറവായിരിക്കും. അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ ഇൻവെർട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈ വോൾട്ടേജ് വാല്യൂ എന്ന് പറയുന്നത് 260 അല്ലെങ്കിൽ 265 വോൾട്ടേജാണ്. അതായത് KSEBയിലേക്ക് നമ്മൾ സോളാർ പവർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് KSEB ലൈനിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻവെർട്ടർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈ വോൾട്ടേജ് 260 265 എത്തിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം ട്രിപ്പാവുന്നു. പിന്നെ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല. അതായത് നല്ല പ്രൊഡക്ഷൻ കിട്ടേണ്ട സമയത്ത് പോലും നമുക്ക് KSEBയിലേക്ക് എക്സ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അത് സോളാർ ഇൻവെർട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈ വോൾട്ടേജ് വാല്യൂ എന്ന് പറയുന്നത് 275 ഈ 275 വയ്ക്കുമ്പോൾ നമുക്ക് KSEB ലൈനിലെ വോൾട്ടേജ് 260 265 വന്നാൽ പോലും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് 275 ആവുന്നതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് ലൈനിലേക്ക് വിടാനായിട്ട് പറ്റും. ഓൺ ഗ്രിഡിലേക്ക് നമുക്ക് നമ്മുടെ പവർ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹൈ വോൾട്ടേജ് തന്നെയായിരിക്കും നമ്മുടെ വീടിനകത്തേക്കും വരുന്നത്. അതായത് 275 വോൾട്ടേജ് വരെ നമ്മുടെ വീട്ടിലേക്ക് വരാം. ഈ ഒരു സംവിധാനത്തിലൂടെ 275 വോൾട്ടേജ് വരെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ TV, ഓഡിയോ സിസ്റ്റം തുടങ്ങിയ ഇലക്ട്രോണിക് സാമഗ്രികളൊക്കെ ശരിക്കുള്ള പ്രൊട്ടക്ഷനോട് കൂടി അല്ല വെച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ കംപ്ലൈൻറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് TVയും ഓഡിയോ സിസ്റ്റവും ഒക്കെ UPS അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ഒന്നും ഇല്ലാണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതെല്ലാം കംപ്ലൈൻ്റ് ആവും. എൻ്റെ TVക്ക് സ്റ്റെബിലൈസർ ഇല്ലായിരുന്നു. അപ്പോൾ TV പോയി. അതിനുശേഷമാണ് ഞാൻ ഈ വോൾട്ടേജിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് തീരെ കുറച്ച് വയ്ക്കാനും എന്നാൽ കൂടുതൽ വയ്ക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം, ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് നമ്മൾ വീട്ടിൽ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ELCBയുടെ ആ ഒരു ഭാഗത്തായിട്ട് വീട്ടിലേക്ക് വരുന്ന സപ്ലൈക്ക് മാത്രം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ വോൾട്ടേജ് കട്ടൗട്ട് റിലേ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ എത്തുമ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള പവർ സപ്ലൈ കട്ടായി പോകും. അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല. നമ്മുടെ വീട്ടിൽ വേറെ ഇൻവെർട്ടർ ഉണ്ട്. അപ്പോൾ ആ സമയം എമർജൻസിക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വീട്ടിലെ ഇൻവെർട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യും. സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ടെക്നിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അപ്രൂവൽ ചെയ്ത് KSEBയുമായിട്ട് ഒരു എഗ്രിമെൻറ്റും വെച്ചതിന് ശേഷമാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഇതൊക്കെ തന്നെയാണെങ്കിലും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഇനി എൻ്റെ വീട്ടിൽ സിംഗിൾ ഫേസ് കണക്ഷനാണ് ഉള്ളത്. അതുകൊണ്ട് സിംഗിൾ ഫേസ് എടുത്തിരിക്കുന്നവർ സോളാർ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു വോൾട്ടേജ് പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിക്കണം. ഇനി 3 ഫേസ് ഉള്ളവർക്ക് സോളാർ പ്രൊഡക്ഷൻ ഏതെങ്കിലും ഒരു ഫേസ് വഴി എക്സ്പോർട്ട് ചെയ്യുകയും വീട്ടിലെ ഉപയോഗത്തിന് മറ്റൊരു ഫേസ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അറിവ് എനിക്കില്ല. അതുകൊണ്ട് 3 ഫേസ് ഉപയോഗിക്കുന്നവർ, ഇതിനെപ്പറ്റി അറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റിൻ്റെ മറ്റൊരു ദോഷവശം എന്ന് പറയാവുന്നത് KSEB സപ്ലൈ ഇല്ലാത്ത സമയം നമ്മുടെ സോളാർ ഇൻവെർട്ടറും ട്രിപ്പാകുന്നു എന്നതാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സമയമാണെങ്കിലും KSEB സപ്ലൈ പോയി കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ സോളാർ പ്രവർത്തനം നിലയ്ക്കുന്നു. KSEB ലൈനിൽ മെയിൻ്റനൻസ് വരുമ്പോൾ സോളാർ ഇൻവെർട്ടറിൽ നിന്ന് ഗ്രിഡിലേക്ക് സപ്ലൈ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ സമയം ഗ്രിഡിലേക്കുള്ള എക്സ്പോർട്ടിംഗ് മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്കും ഉള്ള സപ്ലൈയും ഓഫാവുന്നു. സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് 0 ആണെന്ന് ചിലർക്കെങ്കിലും ഒരു അബദ്ധധാരണയുണ്ട്. പലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാലിത്
ഒരു മാസം 150 മുതൽക്ക് 200 രൂപ വരെ സിംഗിൾ ഫേസിന് നമുക്ക് കറണ്ട് ചാർജ് വരും. അതായത് നമ്മൾ മുൻപ് 2 മാസത്തിലൊരിക്കലായിരുന്നു നമ്മുടെ ബില്ല് വരുന്നതെങ്കിൽ സോളാർ വെച്ചവർക്ക് അത് മാസത്തിലൊരിക്കൽ 150 രൂപ തൊട്ട് 200 രൂപ വരെ ഉള്ള ഒരു ബിൽ തുക നമ്മൾ അടയ്ക്കേണ്ടി വരും. 3 ഫേസുകാർക്ക് പിന്നെയും ഈ തുക കൂടും. നമ്മുടെ എക്സ്പോർട്ടിങ് KSEB ഇമ്പോർട്ടിങ്ങിനേക്കാൾ കൂടുതലായിരുന്നാലും ഈ ഒരു തുക നമ്മൾ മാസം മാസം കൊടുക്കണം. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നവർക്ക് സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരിക്കലും ലാഭകരമാകുന്നില്ല. നമ്മൾ KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് വർഷത്തിലൊരിക്കൽ നമുക്ക് KSEB റിട്ടേൺ പൈസ തരും എന്നാണ് അറിയുന്നത്. എന്നാൽ അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു എപ്പോൾ കിട്ടും, എപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടൈം, അങ്ങനെയുള്ളൊരു വ്യക്തതയൊന്നും ഇല്ല. ചിലർക്ക് കിട്ടിയതായിട്ട് അറിഞ്ഞു, എന്നാൽ മറ്റു ചിലർക്ക് ഇതുവരെ 1 വർഷം കഴിഞ്ഞവർക്ക് പലർക്കും കിട്ടിയിട്ടില്ല എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോളാർ വെച്ചാൽ തന്നെ നമ്മുടെ ഉപയോഗം മാക്സിമം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ. അല്ലാതെ നമ്മൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് വെച്ചിട്ട് KSEBയിൽ നിന്ന് റിട്ടേൺ പൈസ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു അബദ്ധധാരണയായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നാരും വിചാരിക്കരുത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 7 യൂണിറ്റിൽ കൂടുതൽ ഒരു വീട്ടിൽ കൺസംഷൻ ഉണ്ടെങ്കിൽ അവർ ഭാവിയിലെ ഉപയോഗം കൂടി കണക്കിലെടുത്തിട്ട് അവർക്ക് യോജിച്ച രീതിയിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതായിരിക്കും. പക്ഷേ അവർ ഈ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥ വസ്തുതകൾ അവർ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ലാഭകരമാണോ അതോ നഷ്ടമാണോ എന്ന് കണക്കാക്കുന്ന രീതിയെപ്പറ്റി ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ്.